വ്ളോഗിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്താണെന്നല്ല, പിന്നെ അമ്മയുടെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥലം വരെ എത്തിയിരിക്കുകയാണ്. നമ്മൾ സ്നേഹ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ അമ്മമാരുടെ അടുത്ത് വന്നേക്കുകയാണ്. ഇന്ന് ഞങ്ങൾ അമ്മമാർക്ക് ഫുഡൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ ഫുഡ് നമ്മളാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ ഒരു വൈകുന്നേരം സമയമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ വന്നു. പിന്നെ എല്ലാവരെയും കണ്ടു. കുറേ അമ്മമാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് ഞാനും അമ്മയും കിച്ചറിനും പിന്നെ കിച്ചറിൻ്റെ ഫ്രണ്ട്സും കൊച്ചച്ഛനും അങ്ങനെ എല്ലാവരും ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമ്മൾ തന്നെ കൊണ്ടുവരുമായിരുന്നു കേട്ടോ. ഫുൾ എത്ര പേരാണെന്ന് ചോദിച്ചാൽ അവർക്കുള്ള ഫുഡൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ അമ്മമാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അടുത്ത് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങിയത്. അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, അമ്മയുടെ പിറന്നാളിന് നമ്മുടെ സ്നേഹവീട്ടിൽ വന്ന അമ്മമാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അതിപ്പോൾ എന്തായാലും ഇന്ന് സാധിച്ചു. അപ്പോൾ എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇച്ചിക്കുണ്ണാണ്ട് അവിടെ ഇരുന്നിട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് കിടന്ന് കേൾപ്പിക്കുമായിരുന്നു കേട്ടോ. അവനെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അടുത്തോട് സംസാരിച്ചോട്ടോ കൊച്ചു. എല്ലാവരും അടുത്തും ചെന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഞാൻ കൈക്കിടെയൊന്നും പുള്ളി പോവില്ല, പക്ഷെ അടുത്ത് നിന്നിട്ട് വർത്താനമൊക്കെ പറയും കേട്ടോ. ആര് വിളിച്ചാലും ചിലപ്പോൾ മാത്രമാണ് പുള്ളി പോവുള്ളൂ. പരിചയമില്ലാത്തതുകൊണ്ട് അങ്ങനെ പോയില്ല. പക്ഷേ ചെറുക്കൻ ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ. എല്ലായിടത്തും വർത്താനൊക്കെ പതിയെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ അവൻ ഇറങ്ങി നടക്കണം കേട്ടോ. പക്ഷെ ഇറങ്ങി കിടന്ന് വിട്ട് കഴിഞ്ഞാൽ അതും ഇതെന്നൊക്കെ പറഞ്ഞു എല്ലാവരും പുറകെ നടക്കും. അപ്പോൾ അതുകൊണ്ട് ഇറക്കി വിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എടുത്തുകൊണ്ട് ഞാൻ കുറച്ച് നേരം അങ്ങോട്ട് മാറിക്കുമായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കൊടുക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ. അത് ചേർന്നു അമ്മയൊക്കെ. അമ്മയുടെ പിറന്നാളായിട്ട് അമ്മ എന്നെ ആദ്യം വിളമ്പി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയോട് തന്നെ വിളമ്പി കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മ ആയിട്ട് ആദ്യം തന്നെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഓരോരുത്തർക്ക് വിളമ്പുന്നുണ്ട്. അപ്പോൾ നമുക്ക് സദ്യയാണ് കേട്ടോ. പപ്പടം പഴം പായസമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വിളമ്പി കൊടുക്കാം. രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഇങ്ങനെ ഇവിടെ അമ്മമാരൊക്കെ എടുത്ത് വന്നത്. നേരത്തെ ഞാൻ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് വീട്ടിലെ കുടുംബശ്രീയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് വാർഷികം നടത്തുമല്ലോ. അപ്പോൾ ആ ഒരു വർഷത്തെ വാർഷികം ഞങ്ങൾ ഇങ്ങനെ അമ്മമാരുടെ അടുത്ത് വന്നിട്ടാണ് കേട്ടോ വാർഷികമൊക്കെ നടത്തിയത് എല്ലാവരും ഒരുമിച്ച്. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം കൂടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ വന്നേ പിന്നെ കിച്ചണിനടുത്ത് വന്നേ പിന്നെ അത് ആദ്യമായിട്ടാണ് കേട്ടോ കൂടുന്നത്. ഇവർ നേരത്തെ ചെയ്യുന്നുണ്ടായിരുന്നു കിച്ചണിനൊക്കെ ആയാലും വേറെ അമ്മമാരുടെ അടുത്തും പിന്നെ പിള്ളേരുടെ അടുത്തൊക്കെ ഫുഡ് കൊണ്ട് കൊടുക്കുക, ഓരോ പ്രൊഡക്റ്റ് കൊണ്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിവിടെ വന്നിട്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എല്ലാവരും അടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ടോ. എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് കേട്ടോ ഇവിടെ വന്ന് എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ബോർഡിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അമ്മയുടെ പിറന്നാളായിട്ട് ഹാപ്പി ബർത്ത്ഡേ അരുന്ധതി അമ്മ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കണ്ടോ ഈ ഒരു തുണിക്കകത്ത് എല്ലാവരുടെയും കൈപ്പത്തി ചിത്രം വരച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെയുള്ള അമ്മമാരെ എല്ലാവരുടെയും കൈപ്പത്തിയിൽ ഇങ്ങനെ വെച്ചിട്ട് അടിയിൽ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും അമ്മമാരല്ല കേട്ടോ, അപ്പുറം സൈഡിലും കുറച്ച് പേരുണ്ട്. അവർ കിടക്കുകയൊക്കെയാണ്. അവർക്ക് അങ്ങനെ വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ കിടക്കുകയാണ്. എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇവർ പ്രാർത്ഥിക്കും. പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഭക്ഷണം കഴിക്കുക. അത് നമുക്ക് വേണ്ടിയിട്ട് സഹായമാണ്. നമ്മുടെ ആരുമല്ല, എന്നിരുന്നാലും എൻ്റെ ഇതായിട്ട് സന്തോഷത്തോടുകൂടി നമ്മൾ എല്ലാവരെയും കാണാൻ വന്നതും ആയിട്ടുള്ള വളരെ നന്ദി. അതിൻ്റെ ആയിരങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ ജീവിതം മണം ഇവിടുത്തെ അമ്മമാരെല്ലാവരും പ്രാർത്ഥിക്കും. അപ്പം അതുകൊണ്ട് ഇവിടുത്തെ നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് വന്നത്. ഞങ്ങളറിഞ്ഞില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് വന്നു. അതുകൊണ്ട് എല്ലാവരും കുടുംബത്തിനും അമ്മയുടെ കുടുംബത്തിനും മക്കൾക്കും മക്കളുടെ മക്കൾക്കും എല്ലാവർക്കും എൻ്റെ ഒരുപാട് കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒന്ന് വേണം എന്നുള്ളത്. പെട്ടെന്നാണ് ഇങ്ങനെ തീരുമാനിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒക്കെ ആളായിരുന്നു പറഞ്ഞു. ഉച്ചത്തേക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ആളായി വീട്ടിലുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിഷമം. പിന്നെ 8 ദിവസത്തേക്ക് ആകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിഷമമായി. അപ്പോൾ ഞാൻ ചോദിച്ചു വൈകുന്നേരത്തേക്ക് പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു സമാധാനമായി. എനിക്ക് ഇവിടെ തരണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കുറേ നാളുകളായിട്ട്. അതെനിക്കിന്ന് സാധിച്ചു. നമുക്കിന്ന് വിഭവസമൃദ്ധമായ ആഹാരം വളരെ നന്ദി. അവരുടെ കുടുംബത്തിനും എല്ലാം ആയുരാരോഗ്യങ്ങൾ നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കും.
അങ്ങനെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിച്ചതിന് ശേഷമാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഇനി ഇവരെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ചെയ്യട്ടെ അല്ലേ. അത് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇത് അവിടുത്തെ അറ്റൻഡറും പിന്നെ നെയ്സൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവരുമായിട്ട് കുറച്ചൊരു വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ ചെക്കൻ്റെ പേരൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ അവിടെ നെയ്സ് നിന്നുകൊണ്ട്. അപ്പോൾ അവൻ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മുടെ ഭക്ഷണം വൈകുന്നേരത്തെ ഇവരുടെ കൂടെ ഇരുന്നാണ് കേട്ടോ, ഈ അമ്മമാരുടെ കൂടെ ഇരുന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അവർ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളോട് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഭയങ്കര വിഷമമായിട്ട് ഇറങ്ങാൻ പോയി. ഇപ്പോൾ എല്ലാവരും ഭയങ്കര സങ്കടമായി. അമ്മമാർക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അവർ കുറച്ച് ക്ലിപ്പൊന്നും എടുത്തില്ല, കുറച്ച് മാത്രമേ എടുത്തോളൂ. ഈ ഒരു അമ്മ ഇവിടെ വന്നിട്ട് 8 വർഷമായി എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം ആയിട്ട് പങ്കുവെച്ചു കേട്ടോ. കുറേ നേരം ഇരുന്ന് ഷെയറൊക്കെ ചെയ്തു. അതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പോകാമെന്നുള്ള യാത്രയിപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനിയും വന്നെന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു. പോകാൻ വേണ്ടി ഇറങ്ങി ഇപ്പോൾ ഇച്ചിക്കൊണ്ടൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനി. അവൻ ഭയങ്കര ആക്റ്റീവായിട്ട് അവരുമായിട്ട് ഭയങ്കര ഇതായി. പിന്നെ ടാറ്റയും ബൈ ബൈയും കോർഡിനേറ്റൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു ദിവസം എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു മൂഡായിരുന്നു കേട്ടോ നമ്മളവിടെ നിന്നപ്പോൾ. ഈ അവസ്ഥ വച്ച് പോയി കഴിച്ച് നമ്മളിപ്പോൾ സ്വർഗത്തിലാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരും കുറച്ച് പേർക്കൊക്കെ അവർക്ക് മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അവിടെ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഒരേ വിഷമമൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞു. പിന്നെ ഇതേപോലെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അവർ ഹാപ്പിയാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും വന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയൊക്കെ ആയിട്ട് ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം എടുക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളെ കൂടെ ജസ്റ്റ് ഒന്ന് ഷെയർ ആക്കിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വ്ളോഗ് നിർത്തുവാണ്.